ഏ, ആരാണ് അതിന്റെ പ്രസിഡന്റ്? എറണാകുളം ചെറായിൽ ഇന്നോവ കാറുമായി 16-കാരൻ പരാക്രമം നടത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. അമിത വേഗതയിൽ ഓടിച്ച കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. ചെറായിൽ വയോധികയെയും സ്ത്രീയെയും വാഹനം ഇടിച്ചിട്ടു. ചെറായി മുതൽ എടവനക്കാട് വരെയാണ് വാഹനം അപകടമുണ്ടാക്കിയത്. നാട്ടുകാർ തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്താതെ പോയ വാഹനം പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ വയോധികയുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ഒരു കൗമാരക്കാരനാണ് ഈ രീതിയിൽ പരാക്രമം കാട്ടിയത്. ഏത് വാഹനം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്? ആ സമയത്ത് വാഹനങ്ങളിൽ ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം? ടോം, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വാഹനം ഓടിക്കാൻ അറിയാത്ത ഒരാൾ തന്നെയാണ് ആ ഡ്രൈവിംഗ് സീറ്റിലുള്ളതെന്ന്. ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ആ റോഡിൽ എന്തൊക്കെ പരാക്രമമാണ് ആ 16 വയസ്സുകാരൻ ചെയ്ത് കൂട്ടുന്നതെന്ന് ആ വാഹനം പോയ CCTVകളിലെല്ലാം തന്നെ കൃത്യമായി തെളിയുന്നുമുണ്ട്. അത് ഈ ചെറായി മുതൽ ഇടവനക്കാട് വരെയാണ് ഇത്തരത്തിൽ അലക്ഷ്യമായിട്ടുള്ള ഒരു വാഹനം ഓടിക്കൽ, അതും അമിത വേഗതയിലുള്ള ഒരു വാഹനം ഓടിക്കൽ സംഭവിച്ചിരിക്കുന്നത്. ചെറായിലെ CCTV ദൃശ്യങ്ങളിലാണ് ആദ്യമുള്ളത്. ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വാഹനം പെട്ടെന്ന് തന്നെ സഡൻ ബ്രേക്ക് ഇട്ട് റിവേഴ്സ് എടുത്ത് സമീപത്തുള്ള വാഹനങ്ങളെ, ഇരുചക്ര വാഹനങ്ങളെ ഒക്കെ ഇടിക്കാൻ പോകുന്ന തരത്തിലേക്ക് വാഹനം ഓടിക്കുന്നു. ആ സമയത്ത് തന്നെ ഒരു യുവാവ് അതിലേക്ക് ഓടിയെത്തി ആ വാഹനം തടയാൻ ശ്രമിക്കുന്നു എങ്കിൽ പോലും അത് വെട്ടിച്ചുകൊണ്ട് അമിത വേഗതയിൽ വീണ്ടും വാഹനം ഓടിക്കുന്നു. അതിന് തൊട്ടു മുന്നിലുള്ള ഇരുചക്ര വാഹനത്തെയും ഒരാളുമുണ്ട്, അയാളെയും ഇടിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കും ചെറുതായി പരിക്കേറ്റിട്ടുണ്ട്. ചിലർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പിന്നീട് എടവനക്കാട് വരെയുള്ള സ്ഥലത്തെ CCTVകളെല്ലാം പരിശോധിച്ചപ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ യുവാവ് വാഹനം ഓടിച്ചത്, ഈ ചെറുപ്പക്കാരൻ വാഹനം ഓടിച്ചതെന്ന് മനസ്സിലാകുന്നു. നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ഇങ്ങനെ അലക്ഷ്യമായി ആളുകളെ ഇടിച്ചിടുന്ന തരത്തിൽ, വാഹനങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിക്കുന്ന തരത്തിൽ ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ ഈ ഭാഗത്തേക്ക് കടന്നു പോകുന്നുണ്ടെന്ന വിവരം ഇടവനക്കാട് പോലീസിനെ അറിയിക്കുന്നുണ്ട്. പോലീസ് ഈ സ്ഥലത്തെ ഈ വാഹനത്തെ കേന്ദ്രീകരിച്ച് ഉടനെ നടത്തിയ പരിശോധനയിൽ തന്നെ വാഹനം പിടികൂടുകയും അതിൽ നിന്ന് 3 ചെറുപ്പക്കാരെയാണ് പിടികൂടിയത്. ഇതിൽ 16 വയസ്സുള്ള ഒരാളാണ്, ഒരു വിദ്യാർത്ഥിയാണ് വാഹനം ഓടിച്ചതെന്ന് മനസ്സിലായി. ഇയാൾ 16 വയസ്സ് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ പേര് വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല. ഒപ്പമുണ്ടായിരുന്ന 2 പേരും സുഹൃത്തുക്കളാണ്. അവരും 16 വയസ്സ് തന്നെ ഉള്ളവരാണെന്നാണ് മനസ്സിലാകുന്നത്. ഇവരെ 3 പേരെയും ഈ ക്രിസ്റ്റ വാഹനവും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്, നിരവധി കാൽനട യാത്രക്കാരെ ഇടിച്ചിട്ടത്, നിരവധി വാഹനങ്ങൾ ഇടിച്ചത്, ഇത് വീട്ടുകാരുടെ അറിവോടുകൂടി ആയിരുന്നോ ഈ കുട്ടികൾ ഈ കാറുമായി, ഇന്നോവ കാറുമായി പുറത്തിറങ്ങിയത്? മാത്രമല്ല, ഒരുപക്ഷെ ഡ്രൈവിംഗ് അറിയില്ലാത്ത ഈ കുട്ടികൾ, 16-കാരൻ എങ്ങനെയാണ് കാറ് വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പരിശോധിക്കണം. മാത്രമല്ല, ഇവർ ലഹരിയിലോ മറ്റോ ആയിരുന്നോ? ലഹരിയിലുള്ള അഴിഞ്ഞാട്ടമായിരുന്നോ? പോലീസ് നൽകുന്ന അത്തരം എന്തെങ്കിലും സൂചനകൾ പോലീസ് നൽകുന്നുണ്ടോ?
പോലീസ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരറിയാതെ, മാതാപിതാക്കൾ അറിയാതെ ആയിരിക്കും വാഹനം എടുത്ത് ഇങ്ങനെ ഒരു പരാക്രമം കാണിച്ചതെന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസും എത്തി നിൽക്കുന്നത്. എന്തായാലും ആ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് നമ്മൾ ഐസയുമായി ബന്ധപ്പെട്ടുവെങ്കിലും അദ്ദേഹം പറഞ്ഞത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളെല്ലാം വഴിയെ അറിയിക്കാമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാഹനം കായംകുളം രജിസ്ട്രേഷനാണ് ഇവർ താമസിക്കുന്നത്. ഈ 16-കാരൻ താമസിക്കുന്നത് അരൂരിലാണെന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായും മാതാപിതാക്കളെയും ഉടനെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, അല്ലെങ്കിൽ അവരെയും വിളിച്ചു വരുത്തും. ഈ പിതാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. കാരണം സ്വാഭാവികമായും അങ്ങനെയാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇത്തരത്തിൽ വാഹനമെടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാതാപിതാക്കളുടെ ലൈസൻസ്, പിതാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക എന്നതാണ് നിയമം. ഇവിടെയും സമാനമായ രീതിയിൽ പിതാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് അടക്കം കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതുകൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് അങ്ങനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ വ്യക്തത പോലീസാണ് വരുത്തേണ്ടത്. ഈ ഇത്രയും എങ്ങനെയാണ് ആദ്യ സമയത്ത്, അല്ലെങ്കിൽ ആദ്യത്തെ ദൃശ്യങ്ങൾ തന്നെ കാണാം, ആ വാഹനം കൃത്യമായി ഓടിക്കാൻ കഴിയാത്ത ഒരാൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പരിഭ്രാന്തപ്പെട്ടാണെങ്കിൽ പോലും പെട്ടെന്ന് വാഹനം നിർത്തി അധികൃതരെ വിളിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളെ വിളിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതല്ല, ഇടവനക്കാട് മുതൽ ചെറായി മുതൽ ഇടവനക്കാട് വരെ സമാനമായ രീതിയിൽ തന്നെയാണ് പരിഭ്രാന്തി പടർത്തിക്കൊണ്ട് ആളുകളെ. ആരോഗ്യനില ഗുരുതരമാണ്. എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ടോ? മാത്രമല്ല, അതോടൊപ്പം അറിയേണ്ടത്, ഈ 16-കാരനെതിരെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? അതോ കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ പിതാവിന്റെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടക്കുമോ? ഇതാരുടെ വാഹനമാണ്? ഈ 16-കാരൻ്റെ പിതാവിന്റെ വാഹനമാണോ ഈ അപകടം ഉണ്ടാക്കിയത്? അതെ, പിതാവിന്റെ വാഹനമാണെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കായംകുളം രജിസ്ട്രേഷൻ ആണ്. ഇവരിപ്പോൾ താമസിക്കുന്നത് അരൂരിലാണ് എന്ന് വിവരം കൂടി പോലീസ് പുറത്തുവിടുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും കുട്ടിയുടെ മാതാപിതാക്കളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുക എന്നതായിരിക്കും അടുത്ത നടപടിയായി പോലീസ് സ്വീകരിക്കുക. ഈ പരിക്കേറ്റ വയോധികയുടെ നില അല്പ ഗുരുതരമാണെന്നാണ് പോലീസ് പറയുന്നത്. ആശുപത്രിയിൽ നിന്നും അങ്ങനെയാണ് പറയുന്നത്. അവരെയും ഇടിച്ചു തെറിപ്പിച്ചായിരുന്നു ഈ വാഹനം കടന്നുപോയത്. പിന്നീട് നിരവധി വാഹനങ്ങൾക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. വാഹനങ്ങളിലേക്കൊക്കെ ഇടിക്കുകയായിരുന്നു. ചില ആളുകൾ തലനാടിരക്കാണ് രക്ഷപ്പെട്ടത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ വാഹനം പിടിച്ചു നിർത്തുന്ന ആളെ പോലും ഇടിക്കുന്ന രീതിയിലേക്കാണ് ആ വാഹനം ഓടിച്ചത്. ഇങ്ങനെ തലനാടിഴക്കി നിരവധി പേർ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും പോലീസ് കൃത്യസമയത്ത് തന്നെ ഈ വാഹനം പിടിച്ചെടുത്തത് കൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവായി എന്ന് വേണമെങ്കിലും പറയാം. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കേരളം അതിദാരിദ്ര്യമുക്തമായതിൻ്റെ ആഘോഷ പരിപാടിയിൽ മോഹൻലാലും കമൽഹാസനും പങ്കെടുക്കില്ല. വിദേശത്ത് എത്താനാകില്ലെന്ന് ഇരുവരും സർക്കാരിനെ അറിയിച്ചു. അതേസമയം പരിപാടിയിൽ പങ്കെടുക്കാൻ മമ്മൂട്ടി രാവിലെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, നേരത്തെ തന്നെ ഈ താരങ്ങൾക്ക് ഇത് പങ്കെടുക്കരുതെന്ന് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാരടക്കം കത്തയച്ചതാണ്. അവരെ അങ്ങനെ പല രീതിയിലുള്ള, പ്രത്യേകിച്ച് കേരളം വലിയ ചരിത്ര നിമിഷമെന്ന് കാണുന്ന ഈ ഒരു മുഹൂർത്തം. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് മോഹൻലാലും കമൽഹാസനും പങ്കെടുക്കാത്ത? ഏതെങ്കിലും സമ്മർദ്ദമുണ്ടോ അതോ അസൗകര്യം കാരണമാണോ? സമ്മർദ്ദം കാണുമെന്ന് പറയാൻ കഴിയില്ല. കാരണം നേരത്തെ ഇവർ വരാമെന്ന് ഏറ്റിരുന്നതാണ് സർക്കാർ. പക്ഷേ അതിനിടയ്ക്ക് അടിയന്തരമായ ചില പരിപാടികളിൽ വിദേശത്തേക്ക് പോകേണ്ടി വരുന്നതിനാലാണ് പങ്കെടുക്കാൻ കഴിയാത്തതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ രീതിയിലാണ് രണ്ട് താരങ്ങളും സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. 3 പേരും പങ്കെടുക്കും. കമൽഹാസനും മോഹൻലാലും മമ്മൂട്ടിയും പങ്കെടുക്കുമെന്ന് തന്നെയായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അങ്ങനെ തന്നെയാണ് മന്ത്രി MB രാജേഷും പറഞ്ഞത്. പക്ഷേ മമ്മൂട്ടിയും രാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. മറ്റു താരങ്ങൾക്കും പെട്ടെന്നുണ്ടായ അസൗകര്യമാണ് പങ്കെടുക്കാൻ കഴിയാത്തതിന് കാരണമായി പറയുന്നത്. രണ്ടുപേരും ഇത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും സമ്മർദ്ദമൊന്നും ഇതിന് കാരണമായെന്ന് കരുതാനായില്ല. പക്ഷേ ഈ അവസാന സമയം ഇതിൽ നിന്നും പിന്മാറുന്നു, പങ്കെടുക്കാൻ കഴിയില്ല, വ്യക്തിപരമായ അസൗകര്യമുണ്ട്, വിദേശത്താണ് എന്ന് പറയുമ്പോൾ അതിൽ ചില അസ്വാഭാവികതയുണ്ടോ? കാരണം വിദേശത്തായിരുന്നുവെങ്കിൽ അത്തരം അവരുടെ ഒരു പ്രോഗ്രാമോ മറ്റോ ഏതെങ്കിലും സ്റ്റേജ് ഷോകളോ വിദേശ ഷോകളോ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയാവുന്ന കാര്യമല്ലേ? ഈ അവസാന നിമിഷം
പിന്മാറിയതിന് പിന്നിൽ എന്തെങ്കിലും ഈ രീതിയിലുള്ള ഒരു അസൗകര്യമാണ് എന്ന് മാത്രം കരുതാൻ കഴിയുമോ അരുൺ? എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കമൽഹാസൻ പങ്കെടുക്കില്ല എന്ന ഒരു ചെറിയ സൂചനകൾ ഇന്ന് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. മോഹൻലാൽ പക്ഷെ പങ്കെടുക്കുമെന്ന് തന്നെയാണ് രാവിലെ അല്പസമയം മുമ്പും ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്ന് അറിയിച്ചത്. മോഹൻലാൽ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കും എന്ന ഒരു ഉറപ്പാണ് മോഹൻലാലിന് സംഘാടകർ സർക്കാരിന് ലഭിച്ചത്. പക്ഷേ അവസാന നിമിഷം മോഹൻലാലും പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു. കമൽഹാസന്റെ കാര്യത്തിൽ നേരത്തെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പങ്കെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ താല്പര്യം അറിയിച്ചെങ്കിലും അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല, വിദേശത്താണ് എന്ന ഒരു മറുപടി കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ കിട്ടുന്നു. സർക്കാർ പക്ഷെ അതൊരു പരസ്യപ്പെടുത്തിയിരുന്നില്ല. 3 പേരും പങ്കെടുക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു പ്രചരണം നടന്നത്. പക്ഷേ മറ്റ് 2 പേർക്കും പങ്കെടുക്കാനാകില്ലെന്ന് ഇപ്പോൾ സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. മമ്മൂട്ടി മാത്രമാകും ഇന്നത്തെ വൈകുന്നേരം നടക്കുന്ന ഈ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് പ്രധാന അതിഥിയായി മമ്മൂട്ടി പങ്കെടുക്കും. മോഹൻലാലും കമൽഹാസനെയും കൂടി എത്തിക്കാനായിരുന്നു സർക്കാരിന്റെ ശ്രമം. പക്ഷെ അത് അവരുടെ തിരക്കുകൾ കാരണം കൊടുത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ആശമാർ ഒരു ഒരു ചരിത്ര നിമിഷമാണ്, കേരളത്തെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണ്. പക്ഷെ ഈ 2 താരങ്ങളും കമൽഹാസനും മോഹൻലാലും പങ്കെടുക്കാത്തത് ഈ ഒരു പരിപാടിയുടെ മാറ്റുകുറയ്ക്കില്ലല്ലോ. പകരം മമ്മൂട്ടിയുണ്ട്. മമ്മൂട്ടി പ്രത്യേകിച്ചും അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് കേരളത്തിലെത്തിയ ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടിയാണ്. ഇതിനുശേഷം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ എന്തെങ്കിലും പ്രതികരിച്ചിരുന്നോ? മോഹൻലാലിന്റെ നാടാണ് തിരുവനന്തപുരം. ആ രീതിയിൽ വലിയ മോഹൻലാലിന്റെ ആരാധക ബന്ധമുള്ള സംസ്ഥാനമൊട്ടാകെ മോഹൻലാൽ ആരാധക ബന്ധമുണ്ടെങ്കിൽ പോലും പ്രസ്ഥാനത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു ഫീലാണ് മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ ആരാധകർക്ക്. അതായത് സിനിമകൾക്കും അദ്ദേഹം ഓരോ പരിപാടിക്ക് വരുമ്പോഴും ഒക്കെ ആ സ്വീകരണമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക മോഹൻലാൽ വരാത്തത് ആ രീതിയിൽ ആളുകളെ കുറച്ച് അകറ്റി വയ്ക്കാം. കമൽഹാസനും അതുപോലെ വലിയ സ്വീകാര്യതയുള്ള നടനാണ്. നടനെന്നപ്പുറത്തേക്ക് നിലപാടുകൾ കൊണ്ടുകൂടി സ്വീകാരനായ വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ CPM-നോടുള്ള അദ്ദേഹത്തിന്റെ മമതയും പിണറായി വിജയനുമായുള്ള ബന്ധവും ഒക്കെ എപ്പോഴും പറയാൻ ഇഷ്ടപ്പെടുന്ന മലയാളി എന്ന് തന്നെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു താരം കൂടിയാണ് കമൽഹാസൻ. അങ്ങനെ 2 താരങ്ങളുടെ അസാന്നിധ്യം സ്വാഭാവികമായും ഇതിന്റെ ശോഭം കുറയ്ക്കുമെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ മമ്മൂട്ടി എന്ന താരം രാവിലെ തന്നെ അതിനുവേണ്ടി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ദീർഘനാൾക്ക് ശേഷമാണ് തലസ്ഥാനത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊച്ചിയിലെത്തി. ചികിത്സയ്ക്ക് 8 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം കൊച്ചിയിലെത്തി. അവിടെ നിന്ന് ഇന്ന് തിരുവനന്തപുരത്തും അദ്ദേഹം വരികയാണ്. മമ്മൂട്ടിയുടെ സാന്നിധ്യം ഈ കുറവ് പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. കാരണം മമ്മൂട്ടി നേരത്തെ പല പരിപാടികൾ സ്ഥാനത്ത് പങ്കെടുക്കുമ്പോഴും വലിയ ആൾക്കൂട്ടം അതിലുണ്ടാകാറുണ്ട്. മമ്മൂട്ടിയെ പ്രത്യേകിച്ച് ഇപ്പോൾ കാണാൻ കുറച്ചുകൂടി ആളുകൾക്ക് താല്പര്യമുണ്ടാകും. കാരണം അദ്ദേഹം വലിയൊരു കഠിന പരീക്ഷണം നേരിട്ട് അതിൽ വിജയിച്ച് വന്നയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ആരാധകരുടെ സ്നേഹം ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മമ്മൂട്ടിയെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മമ്മൂട്ടി മോഹൻലാൽ ആരാധക രണ്ടുപേരുടെ ആരാധകർക്ക് അപ്പുറത്തേക്ക് മമ്മൂട്ടിക്ക് ഒരു സ്വീകാര്യത ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ടെന്നത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഇടതുപക്ഷത്തോട് ചേർന്ന് പോകുന്ന ആളാണ് മമ്മൂട്ടി. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സ്വീകാര്യത മമ്മൂട്ടിക്കുണ്ട്. അതുകൊണ്ട് ആൾക്കൂട്ടം കുറയുന്ന കാര്യത്തിലൊന്നും അത്ര ആശങ്ക സർക്കാരിനോ അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകർക്കോ ഇല്ല. പക്ഷേ തീർച്ചയായും മോഹൻലാലിന്റെയും കമൽഹാസന്റെയും അസാന്നിധ്യം അതൊരു കുറവ് തന്നെയാണ്. അത് നികത്താൻ മമ്മൂട്ടി കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സംഘാടകർ സർക്കാർ മുന്നോട്ട് പോകുന്നത്. യെസ്, വ്യക്തമാണ്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകിട്ടാണ് കേരളം കാത്തിരിക്കുന്ന നിമിഷം. കമൽഹാസനും മോഹൻലാലും പങ്കെടുക്കില്ലെങ്കിലും മെഗാസ്റ്റാർ മമ്മൂട്ടി പരിപാടിയിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും വൻ ദുരന്തം. തിക്കിലും തിരക്കിലും പെട്ട് 10 പേർ മരിച്ചു. മരണസംഖ്യ ഉയരുമെന്നാണ് വിവരം. ബന്ധവും ഓഹരി പങ്കാളിത്തവും വാഗ്ദാനം ചെയ്ത് നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെ കോടതിയിൽ ഹാജരാക്കി. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കിയത്. കൊച്ചി സ്വദേശികളായ 2 പേരിൽ നിന്നായി 40 ലക്ഷത്തോളം രൂപ തട്ടിയെന്നാണ് പരാതി. ഷർഷാദിന് പുറമെ കമ്പനി CEO ആയ തമിഴ്നാട് സ്വദേശിയും കേസിൽ പ്രതിയാണ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇപ്പോൾ ഈ മുഹമ്മദ് ഷർഷാദിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം? പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ടോ? ടോം,
കോടതി നടപടികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് ഷർഷാദിനെ. അതിനായി വെയിറ്റ് ചെയ്യുകയാണ്. അതായത് കോടതി നടപടികൾ തുടരാൻ ഇനി അല്പസമയം കൂടിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ സാമ്പത്തിക ഇടപാടുകൾ രജിസ്റ്റർ ചെയ്യുന്ന കോടതിയിൽ അന്വേഷിക്കുന്ന കോടതി ഇന്ന് അവധിയായതുകൊണ്ട് അതേ ഇത് തന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2ലേക്ക് നടപടിക്രമങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 2:30 ആ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകുന്നേരമാണ് കൊച്ചി സൗത്ത് പോലീസ് ചെന്നൈയിൽ നിന്നും വ്യവസായി ഈ മുഹമ്മദ് ഷർഷാദിനെ അറസ്റ്റ് ചെയ്യുകയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയത്. അങ്ങനെയാണ് 2 പേരെ, കൊച്ചിയിൽ നിന്നുള്ള 2 പേരെ 40 ലക്ഷം രൂപ തട്ടിച്ചു എന്നുള്ള കേസാണ് ഷർഷാദിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ചെന്നൈയിലെ മറ്റൊരു വ്യവസായി ശരവണൻ എന്ന് പറയുന്ന മറ്റൊരു വ്യവസായിക്കെതിരെയും കേസുണ്ട്. പെൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഷർഷാദിന്റെ കമ്പനിയിലെ ഓഹരി പങ്കാളിത്തവും അതുപോലെ വാർഷിക ഷെയറും വാർഷിക വരുമാനത്തിന്റെ ഷെയറും നൽകാമെന്ന് കാണിച്ച് ആണ് ഈ 40 ലക്ഷം രൂപ കൊച്ചി സ്വദേശികളിൽ നിന്നും തട്ടിയെടുത്തത് എന്നുള്ളതാണ് പരാതി. നേരത്തെ തന്നെ ഇതുമായി ഈ ഷർഷാദിനെതിരെ ഷർഷാദ് ഈ CPM-നെതിരെ വലിയ പരാതിയുമായി രംഗത്തെത്തിയിരുന്ന, വലിയ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നെന്ന് നമുക്കറിയാം. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ മുഹമ്മദ് ഷർഷാദ് എന്ന് പറയുന്ന ചെന്നൈ വ്യവസായിയെ ഈ സാമ്പത്തിക ഇടപാട് കേസിലാണ് 40 ലക്ഷം രൂപ തട്ടിച്ചു എന്നുള്ള കേസിലാണ് കഴിഞ്ഞ ദിവസം കൊച്ചി സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിന് നടപടിക്രമങ്ങളാണ് കൊച്ചി CJM കോടതിയിൽ പുരോഗമിക്കുന്നത്. തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകനുമെതിരെയാണ് ഗുരുതരം ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ ഷർഷാദ് രംഗത്തെത്തിയത്. PBക്കടക്കം പരാതി നൽകിയതാണ്. തോമസ് ഐസക്കിനെതിരെയും ആരോപണം ഉന്നയിച്ചതാണ്. ഒരുപക്ഷെ ഈ ഒരു അറസ്റ്റിന് പിന്നിൽ അത്തരമൊരു രാഷ്ട്രീയ നീക്കം കൂടി ഉണ്ട് എന്ന് കരുതണോ ആജ്ഞ? അത്തരത്തിലുള്ള ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട് ടോം. കാരണം ഈ PBയിൽ ഈ MV ഗോവിന്ദനും മകൻ ശ്യാംജിത്തിനുമെതിരെയാണ് പ്രധാനമായും പരാതി ഉന്നയിച്ചിട്ടുള്ളത്. അതായത് മാത്രമല്ല MV രാജേഷ്, അതുപോലെ തോമസ് ഐസക്, ധനമന്ത്രി KN ബാലഗോപാൽ തുടങ്ങിയവർക്കൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യവസായിയുമായി ബന്ധമുണ്ട്. അത്രയും സാമ്പത്തിക ഇടപാടുകളും ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ CPM-ന്റെ ബിനാമിയാണ് എന്നുള്ള തരത്തിലുള്ള, CPM-ലെ പലരുടെയും ബിനാമിയാണ് എന്നുള്ള തരത്തിലുള്ള കത്തായിരുന്നു PBക്ക് അന്ന് ഈ ഷർഷാദ് അയച്ചിരുന്നത്. അങ്ങനെയാണ്. അതേസമയം രാജേഷ് കൃഷ്ണയെ അറിയാം. രാജേഷ് കൃഷ്ണ വ്യവസായം നടത്തുന്ന ഒരു സാഹചര്യം, വിദേശത്ത് വ്യവസായം നടത്തുന്ന സാഹചര്യവും ഒക്കെ അറിയാമെന്നും CPM സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം പാർട്ടിയുടെ പ്രതിനിധിയായി രാജേഷ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നപ്പോൾ MV ഗോവിന്ദനോട് ഇക്കാര്യങ്ങളൊക്കെ താൻ തുറന്നു പറഞ്ഞതാണ്. അതേസമയം കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോകുന്നതും ഇതുമായി ബന്ധപ്പെട്ട് കോടിയേരി ആ സമയത്ത് അന്വേഷണം നടത്തിയിരുന്നതുമാണ്. അതേസമയം MV ഗോവിന്ദൻ വീണ്ടും സ്ഥാനമേറ്റ സാഹചര്യത്തിലാണ് ഇത് MV ഗോവിന്ദനോടും ഈ കാര്യങ്ങളൊക്കെ താൻ തുറന്നു പറഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹം അത് തള്ളിക്കളയുകയാണ്. പിന്നീടാണ് ഈ രാജേഷ് കൃഷ്ണയും ശ്യാംജിത്തും ചേർന്ന് ഉള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് തനിക്ക് വ്യക്തമാകുന്നത് എന്നുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തലായിരുന്നു. മാത്രമല്ല ശ്യാംജിത്തുമായി നടത്തിയിട്ടുള്ള തന്റെ വാട്സാപ്പ് ചാറ്റുകൾ അന്ന് പുറത്തുവിടുമെന്നും ഈ ഷർഷാദ് ആ സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ CPM-ലെ നിരവധി മുതിർന്ന നേതാക്കൾക്കെതിരെ വലിയ ആരോപണവുമായിരുന്നു അന്ന് മുഹമ്മദ് ഷർഷാദ് രംഗത്തെത്തിയിരുന്നത്. രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യവസായിയുമായി ചേർത്ത് വെച്ച്, അല്ലെങ്കിൽ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ CPM-ന്റെ ഈ പലരുടെ ബനാമിയാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഷർഷാദ് എന്ന് രംഗത്ത് വന്നിരുന്നത്. ആ ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടേ എന്നുള്ള ആരോപണം കൂടി ഇതുമായി ബന്ധപ്പെട്ട മുഹമ്മദ് ഷർഷാദിനെതിരെ ഇത്തരം സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി. തീർച്ചയായും ആജ്ഞ, ഈ മുഹമ്മദ് ഷർഷാദ് എന്ന പേര് നമ്മൾ കേട്ടതുപോലും ഈ MV ഗോവിന്ദനും മകനുമെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെയാണ്. ചെന്നൈയിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യവസായിയാണ്. ഇയാളുടെ പശ്ചാത്തലം എന്താണ്? ഇതിനു മുൻപേതെങ്കിലും ക്രിമിനൽ കേസുകളോ തട്ടിപ്പ് കേസുകളോ ഉള്ള വ്യക്തിയാണോ? മാത്രമല്ല കൊച്ചി സ്വദേശികളായ 2 പേരിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണല്ലോ ഈ പരാതിയിൽ പറയുന്നത്. അത് എത്ര നാൾ മുമ്പുള്ള കേസാണ്? അത്തരം കാര്യങ്ങളിലൊരു വ്യക്തത വന്നോ? തീർച്ചയായിട്ടും പെൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഷർഷാദിന്റെ തന്നെ കമ്പനിയുടെ ഓഹരിയും അതിന്റെ ഷെയറും അതുപോലെ വാർഷിക വരുമാനത്തിന്റെ ഒരു ഷെയറും അതുപോലെ അതിൽ ലാഭവിഹിതവും നൽകാം എന്ന്
ചേർത്ത് വെച്ചിട്ടാണ് ഈ 40 ലക്ഷം രൂപ രണ്ടുപേരിൽ നിന്നും തട്ടിച്ചു എന്ന് പറയുന്ന പരാതി വരുന്നത്. ഈ പരാതിയിന്മേലാണ് അടിയന്തരമായി കൊച്ചി സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഈ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൗത്ത് പോലീസ് കേസെടുത്തത്. 2023 നടന്ന കേസെന്നാണ് മനസ്സിലാക്കുന്നത്. കേസെടുത്തതും ഇന്നലെ ഇയാളെ അറസ്റ്റ് ചെയ്ത് ചെന്നൈയിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഈ കൊച്ചി CJM കോടതിയിൽ ഹാജരാക്കുന്നത്. കൊച്ചി CJM കോടതിയിലെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിലായിരിക്കും അദ്ദേഹത്തെ, സാമ്പത്തിക ക്രമക്കേടുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിലായിരിക്കും അദ്ദേഹത്തെ ഹാജരാക്കുന്നത്. ആ കോടതി ഇന്ന് അവധിയായതുകൊണ്ട് അതിൻ്റെ പ്രൊസീജിയർ മറ്റൊരു കോടതിയിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഷർഷാദിനെ കോടതിയിൽ ഹാജരാക്കും. 2:30 മണിയോടുകൂടി ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള സന്നാഹങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ കോടതിയിൽ ജഡ്ജ് എത്തേണ്ടുന്ന താമസം മാത്രമേ അതിലുള്ളൂ. എന്തായാലും ഈ കോടതി മാറ്റിയ ഒരു സാഹചര്യം ഇന്ന് ഈ എക്കണോമിക് ഒഫൻസ് കൈകാര്യം ചെയ്യുന്ന കോടതി അവധിയായതുകൊണ്ടാണ് അത് മറ്റൊരു കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഇത്തരത്തിൽ CPM-ലെ മുതിർന്ന നേതാക്കൾക്കെതിരെ വലിയ ആരോപണവുമായി രംഗത്തെത്തിയ ആരോപണങ്ങൾ ഉന്നയിച്ച് PBക്ക് കത്തെഴുതിയ ഒരു സാഹചര്യം കൂടി ഷർഷാദിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഷർഷാദിനുണ്ട്. അത് മാത്രമല്ല ശ്യാംജിത്ത്, അതായത് MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്ത് ആണ് ഈ കത്ത് ചോർത്തിയത് എന്നുള്ള ഒരു ആരോപണം കൂടി ആ സമയത്ത് ഷർഷാദ് ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇതൊക്കെ കൂടി ചേർത്ത് വായിക്കണ്ടേ എന്നുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉയരുന്നുമുണ്ട് കേട്ടോ. വ്യക്തമാണോ? ലാഭവിഹിതവും ഓഹരി പങ്കാളിത്തവും വാഗ്ദാനം ചെയ്ത് കൊച്ചി സ്വദേശികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന കേസിലാണ് വ്യവസായി മുഹമ്മദ് ഷർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അറസ്റ്റിൽ. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ അറസ്റ്റിൽ. കേസിൽ 3ാമത്തെ അറസ്റ്റാണിത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിർണായകമായ ചില രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തെന്നും സൂചനയുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഈ കേസിലെ 3ാമത്തെ അറസ്റ്റാണ്. ഈ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ട പങ്കെന്താണ്? സുധീഷ് കുമാറാണ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് മോഷ്ടിക്കുന്നതിന് വേണ്ട സാഹചര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരുക്കി നൽകിയത് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നേരത്തെ ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലടക്കം പരാമർശങ്ങളുമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രാഥമികമായി പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിൽ ഏത് തരത്തിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ ഈ വിഷയത്തിൽ തന്നെ സഹായിച്ചത് എന്ന കാര്യം ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് വലയത്തിലുണ്ടായിരുന്ന ആളുകളടക്കം അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. അതിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലേക്ക് ഹാജരാകാനുള്ള നിർദ്ദേശം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് വാസുദേവന് നൽകുന്നത്. അങ്ങനെ വാസുദേവനെ വിശദമായി ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് വിട്ടയച്ചത്. എപ്പോൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാലും ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. അതിന് പിന്നാലെയാണ് മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. പ്രാഥമികമായി ലഭിച്ച വിവരങ്ങൾ വസ്തുത ഉള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തുടർ നീക്കങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ റാന്നി കോടതിയിൽ ഇയാളെ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. തീർച്ചയായും ഡാൻ, ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെയും നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. ഇനി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടോ? നിലവിൽ മൂന്ന് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതിൽ 2 പേർ ദേവസ്വം ബോർഡുമായി ബന്ധമുള്ളവരാണ്. മുരാരി ബാബുവും അതോടൊപ്പം തന്നെ സുധീഷ് കുമാറും. അതിന് പുറമെ ഏതാണ്ട് 8 പേർ കൂടി പ്രതിപട്ടികയിലുണ്ട്. അവരെ ഓരോരുത്തരെയായി
ഈ കേസിലെ പങ്ക് എത്ര കണ്ടാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കമായിരിക്കും SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുക. അതിന് മുന്നോടിയായി ഒരു ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ റിപ്പോർട്ടിൽ ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകളും തുടർന്ന് ഏത് ദിശയിലായിരിക്കും അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരാമർശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. തീർച്ചയായും ചില നിർണായകമായിട്ടുള്ള രേഖകൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തുന്ന സൂചനയുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? എന്ത് രേഖകളാണ്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഇവരുടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരടക്കം പങ്ക് തെളിയിക്കുന്ന, ഈ കേസിൽ അവരുടെ പങ്ക് തെളിയിക്കുന്ന രേഖകളാണോ കണ്ടെടുത്തിട്ടുള്ളത്? അത് സംബന്ധിച്ച സൂചനകളൊന്നും ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. നമുക്ക് ഈ കേസിന്റെ രഹസ്യ സ്വഭാവം അറിയാം. അതുകൊണ്ട് തന്നെ അത്തരം വിശദാംശങ്ങളൊന്നും മാധ്യമങ്ങളോട് പങ്കുവെക്കാനും ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി കേസിൽ എന്തായിരിക്കും ഇനി അടുത്ത ഈ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം? കാരണം നിലവിൽ ഈ മുരാരി ബാബുവിനൊക്കെ ഇനി വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ടോ? കാരണം മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കി വിശദമായി ചോദ്യം ചെയ്തതിന് റിമാൻഡ് ചെയ്ത ശേഷമാണ് വീണ്ടും ഈ മൂന്നാമത്തെ അറസ്റ്റിലേക്ക്, സുധീഷ് കുമാറിൻ്റെ അറസ്റ്റിലേക്ക് കടന്നത്. ഇനി വീണ്ടും ഈ മുരാരി ബാബുവിനെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ വിശദമായി ചോദ്യം ചെയ്താൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ? മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിലൊക്കെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലും ഒതുങ്ങി നിൽക്കുന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആദ്യഘട്ടം മുതൽ ഉയരുന്നത്. പക്ഷേ അത് സംബന്ധിച്ച സൂചനകളൊന്നും ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നില്ല. പക്ഷേ 2019 ഭരണസമിതിക്ക്, ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം എത്തിയേക്കുമെന്ന് തന്നെയാണ് സൂചന. അത്തരം ചില വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് എപ്പോഴുണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. യെസ്, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം ദുൽഫിഖിൽ അറസ്റ്റിൽ. പേരാമ്പ്ര പോലീസാണ് ദുൽഖിഫിലിനെ അറസ്റ്റ് ചെയ്തത്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട സ്ഫോടന കേസിൽ 2 കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രവർത്തകരെ കാണാനായി സ്റ്റേഷനിലെത്തിയ ദുൽഖിഫിൽ പോലീസുകാരുമായി സ്റ്റേഷനിനുള്ളിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടായതിനെ തുടർന്നാണ് നടപടി. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, പേരാമ്പ്ര സംഘർഷത്തിന് പിന്നാലെ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള, അല്ലെങ്കിൽ UDF പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം വീണ്ടും കൈവിട്ടു പോകുന്നു. സ്റ്റേഷനിൽ ആക്രമണത്തിലേക്ക് വരെ, അതായത് സ്റ്റേഷൻ പോലീസുകാരുടെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തുന്നു, പോലീസുകാരുമായി ഏറ്റുമുട്ടലിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? അവിടെ ഒരു സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അനീഷ്? ടോം, പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരും UDF-ഉം തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്.
ഈ സ്ഫോടനത്തിന് ഈ സംഘർഷത്തിന് പിന്നാലെ ഷാഫി പറമ്പിൽ MP പരിക്കേൽക്കുകയും ചികിത്സ തേടുകയും അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയും ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 12 പേരാണ് ഇതിനകം അറസ്റ്റിലായി കഴിഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ കുറച്ചു പേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിനൊടുവിലാണ് ഇന്ന് രാവിലെ 2 കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത്. പുലർച്ചെ 4 മണിക്കാണ് അവരുടെ വീടുകളിൽ നിന്നും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇക്കാര്യം ചോദിക്കാനായാണ് വടകര മേഖലയിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ദുൽഖിഫിൽ ഇന്ന് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരുമായി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പ്രകടമാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രവേശന കവാടത്തിൽ തന്നെ, അതായത് സ്റ്റേഷനുള്ളിലേക്ക് കയറുന്ന ആ ഭാഗത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ തടയുന്നുണ്ട്. ദുൽഖിഫർ മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം മറ്റ് ചില കോൺഗ്രസ് പ്രവർത്തകരുടെ അവിടെ എത്തുകയും ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസുകാർ അത് പ്രതിരോധിക്കുന്നു. ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുതള്ളുമൊക്കെ ഉണ്ടാവുന്നതൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് പ്രകടമാണെന്നാലും ഇതിന് പിന്നാലെയാണ് ദുൽഖിഫിലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന് ഈ സംഘർഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വാക്കുതർക്കത്തിലും കയ്യാങ്കളിയിലുമൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹത്തെ പേരാമ്പ്ര ആശുപത്രിയിൽ നേരത്തെ പ്രവേശിപ്പിച്ച് പരിശോധനകളടക്കം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഒരു കൃത്യം, അതായത് സാധാരണഗതിയിൽ പൊതുപ്രവർത്തകരൊക്കെ ഈ അറസ്റ്റിലാവുന്നവരുടെ വിവരങ്ങൾ ആരായനും മറ്റുമൊക്കെ സ്റ്റേഷനിലെത്തുകയും ഉദ്യോഗസ്ഥരോട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ കടന്ന രീതിയിലായിരുന്നു ദുൽഖിഫിന്റെ പെരുമാറ്റം എന്നാണ് പോലീസ് പറയുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, പോലീസ് സ്റ്റേഷനിലെത്തി അതിക്രമം നടത്തുക എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ദുൽഖിഫിൽ അറസ്റ്റാണ്. ദുൽഖിഫിനൊപ്പം മറ്റൊരു സാധാരണ ജനപ്രതിനിധികൾ അനീഷ് സൂചിപ്പിച്ചതുപോലെ പൊതുപ്രവർത്തകർ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്താറുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്താൽ, പ്രത്യേകിച്ചും രാഷ്ട്രീയ അക്രമവുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്താൽ ആ പാർട്ടി നേതാക്കന്മാർ എന്ന നിലയിൽ പോലീസ് സ്റ്റേഷനിൽ എത്താറുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റേഷനിലേക്ക് ഈ ദുൽഖിഫിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ കയറ്റിവിടാത്തതായിരുന്നോ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകാൻ കാരണം? തീർച്ചയായും ദുൽഖിഫിൽ അടക്കമുള്ള നേതാക്കൾ ഈ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പ്രകടമാണ്. നേരത്തെ തന്നെ അവർ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. കാരണം ഈ പലപ്പോഴും അസമയത്തും അർദ്ധരാത്രിയിലും പുലർച്ചെയുമൊക്കെയാണ് ഈ പോലീസ് എത്തി പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുകയും അല്ലെങ്കിൽ പല വീടുകളിലും പോയി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതെന്നടക്കമുള്ള ചില ആരോപണങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നും ഉന്നയിച്ചിരുന്നു. ഒപ്പം ഈ പ്രതി ചേർക്കപ്പെടുന്ന ആളുകൾക്കെതിരെ പലപ്പോഴും ഗൗരവമുള്ള വകുപ്പുകളാണ് ചുമത്തുന്നത്. ഈ പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിയുക, വധശ്രമം നടത്തുക, അങ്ങനെയുള്ള ഗൗരവമുള്ള വകുപ്പുകൾ ആണ് ചുമത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളും പോലീസുമൊക്കെയായി ഒരു സ്ഥലമുണ്ട്. കാരണം മനഃപൂർവ്വം കള്ളക്കേസിൽ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ സ്ഫോടന കേസ് തന്നെ വ്യാജ കേസാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം DYSP ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങളൊക്കെ അത്തരത്തിൽ അങ്ങേയറ്റം പ്രകോപനപരമായി വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തി ഈ പ്രതിയെ കാണുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായുന്നതിനും ശ്രമിക്കുന്നത്. എന്തായാലും അത് ഒരു സംഘർഷത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു കയ്യാങ്കളിൽ തന്നെയാണ് കലാശിച്ചത്. അകത്തേക്ക് കയറിപ്പോകാൻ അല്ലെങ്കിൽ സ്റ്റേഷനിലുള്ളിലേക്ക് കുറച്ചധികം ആളുകൾ തള്ളിക്കയറാനുള്ള ശ്രമമാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസ് അത് പ്രതിരോധിക്കുകയും പിന്നീട് അവരെ പുറത്തേക്ക് മാറ്റുകയും ആ ഒരു കയ്യാങ്കളിക്കിടയിൽ ദുൽഖിഫിൽ താഴെ വീഴുന്ന ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും ഇതിന്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നതും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. കേട്ടോ, തീർച്ചയായും അനീഷ്, ഈ ദുൽഖിഫിലിന്റെ അറസ്റ്റിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലീസിനെതിരെ വീണ്ടും പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം ഷാഫി പറമ്പിൽ MPക്ക് നേരെയുള്ള അതിക്രമത്തിന് പിന്നാലെ, പോലീസ് അതിക്രമത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഷാഫിയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുമ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്തെ അറസ്റ്റ് ചെയ്ത നടപടി. ഇത് കൂടുതൽ ഈ പോലീസുമായിട്ടുള്ള കൂടുതൽ സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ പ്രതിഷേധവുമായി കൂടുതൽ പ്രവർത്തകർ അവിടെ എത്താനുള്ള സാധ്യതയുണ്ടോ?
തീർച്ചയായും ഇപ്പോൾ സ്ഥിതിഗതികൾ അവിടെ ശാന്തമാണ്. പക്ഷേ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം ഈ അന്യായമായി തന്നെ കസ്റ്റഡിയിലെടുത്തു എന്ന് ആരോപിച്ച് ദുൽഖിഫിൽ ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. ഭക്ഷണമടക്കം കഴിക്കാതെ അല്ലെങ്കിൽ മറ്റ് ഒരു തരത്തിലുമുള്ള കാര്യങ്ങളോട് പോലീസിനോട് സഹകരിക്കാതെ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകാതെ തന്നെ മറ്റു പ്രതിഷേധ പരിപാടികളുമൊക്കെയായി കോൺഗ്രസ് മുന്നോട്ട് പോകാനുള്ള ഒരു ആലോചനകൾ നടക്കുന്നുണ്ട്. നിലവിൽ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം സമരത്തെപ്പറ്റി വന്നില്ലെങ്കിൽ പോലും താമസിയാതെ ഇത് ഗൗരവമുള്ള ഒരു വിഷയമായി മാറ്റി ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ നീക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ഉള്ളത്. നേരത്തെ ഷാഫി പറമ്പലിനെ ഷാഫി പറമ്പലിന് നേരെ അക്രമം നടന്നപ്പോഴും അല്ലെങ്കിൽ പോലീസിന്റെ കയ്യേറ്റം ഉണ്ടായപ്പോഴും വലിയ പ്രതിഷേധമാണ് രൂപം കൊണ്ടത്. ജില്ലയുടെ എല്ലാ ഇടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. സംസ്ഥാനത്തിന്റെ എല്ലാ ഇടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. മുതിർന്ന നേതാക്കളടക്കം സ്ഥലത്തെത്തി തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ദുൽഖിഫിലിനെ സമാനമായ രീതിയിൽ തന്നെയാണ് ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോലീസ് നീങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും സ്വാഭാവികമായ ഒരു പ്രതികരണം ഉണ്ടായേക്കും. വരും മണിക്കൂറുകളിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ സമരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. നേരത്തെ തന്നെ കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഷാഫി പറമ്പലിനെ അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെതിരെ കയ്യേറ്റം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു. എന്നാൽ അതിന് ശേഷവും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിൽ മറ്റു പോലീസുകാരെ പ്രതികളാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചതായി ആരോപണം ഉന്നയിക്കുന്ന പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടികൾ അടക്കമുള്ളവയും കൈക്കൊണ്ടിട്ടില്ല. പോലീസ് ഒരു ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണ് അവിടെ ഉണ്ടായതെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു വശത്ത് തങ്ങൾ കൊടുത്ത പരാതികളിൽ യാതൊരു നടപടികളും എടുക്കുന്നുമില്ല. മറുവശത്ത് ഒരുപാട് പ്രവർത്തകർ ഏതായാലും 12 പേരെ ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകരെ ജാമ്യമില്ലാത്ത വകുപ്പുകളിൽ പെടുത്തി അകത്തിടാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വ്യക്തമാണ്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. അതിനിടെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം സുൽഫിഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൈബർ തട്ടിപ്പിനെതിരെയുള്ള ഓപ്പറേഷൻ സൈഖണ്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊച്ചിയിൽ 60 വയസ്സുള്ള അമ്മയുടെ അക്കൗണ്ട് മകൻ ദുരുപയോഗം ചെയ്തു. അക്കൗണ്ടിലേക്ക് വന്നത് കോടികളെന്നാണ് പോലീസ് പറയുന്നത്. എറണാകുളം കളമശ്ശേരി സ്റ്റേഷൻ പരിധിയിലാണിത്. ഒളിവിൽ പോയ മകനെ തിരയുകയാണ്. കഴിഞ്ഞ ദിവസം 3 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ ഓപ്പറേഷൻ സൈഖണ്ടിൻ്റെ ഭാഗമായി 100 കണക്കിന് പേരെയാണ്, മലയാളികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവിടെ ഏറ്റവും ഞെട്ടിപ്പിച്ച കാര്യം സ്വന്തം അമ്മയുടെ, അതും 60 വയസ്സ് പ്രായമുള്ള സ്വന്തം അമ്മയുടെ അക്കൗണ്ട് മകൻ ദുരുപയോഗം ചെയ്യുന്നു. കോടികൾ ആ അക്കൗണ്ടിലേക്ക് എത്തുന്നു. ഇത് എങ്ങനെയാണ് ആ പണം എത്തിയത്? സൈബർ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണോ? എന്താണ് പോലീസിൻ്റെ കണ്ടെത്തൽ? ഈ ഓപ്പറേഷൻ സൈഖണ്ടിൻ്റെ ഭാഗമായി കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? ടോം, ഈ ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ 243 പേരെയാണ് പിടികൂടിയത്. നിരവധി അക്കൗണ്ടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ മാത്രം 300 അക്കൗണ്ടുകൾ ഉണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിൽ വിദ്യാർത്ഥികൾ ഇതിൽ ഇരയാകുന്നത് ഈ തട്ടിപ്പുകാർക്ക്, അവർക്ക് ഈ പണം, തട്ടിയെടുത്ത പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ കുട്ടികൾ ഈ തട്ടിപ്പാണെന്ന് അറിയാതെ അതിനിരയാകുകയാണ്. കുട്ടികളോട് ഇടനിലക്കാർ വന്ന് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ട്, അതിന്റെ വിവരങ്ങൾ, ATM കാർഡ്, ആ ബാങ്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ചെക്ക് ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ ലഭിക്കുന്ന പണം അത് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ എത്ര രൂപയാണോ വരുന്നത് അതിന്റെ ഇത്ര ശതമാനം കമ്മീഷൻ നിങ്ങൾക്ക് നൽകാം എന്ന വാഗ്ദാനം നൽകിയാണ് കുട്ടികളെ ഈ കെണിയിലേക്ക് വീഴ്ത്തുന്നത്. പലപ്പോഴും അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ടിപ്പ് എന്ന നിലയിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു അവരുടെ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് വിദ്യാർത്ഥികളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സൗജന്യമായി ലഭിക്കുന്ന പണം, അത് പലപ്പോഴും കുട്ടികൾ വേണ്ട എന്ന് വെക്കില്ല. അവർ ഈ വലയിൽ വീഴുകയും അവരുടെ അക്കൗണ്ട് വിവരങ്ങളെല്ലാം തന്നെ ഈ തട്ടിപ്പുകാർക്ക് നൽകുകയും ചെയ്യും. ഈ പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഈ തട്ടിപ്പുകാർക്കും ഈ വിദ്യാർത്ഥികൾക്കും ഇടയിൽ ഇടനിലക്കാരനായി നിൽക്കുന്നത്
എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾക്കായുള്ള തെരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. തൃക്കാക്കരയിലുള്ള 2 കോളേജുകളിലെ വിദ്യാർത്ഥികളെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. 3 വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഹാഫിസ് എന്നൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നതെന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമായി 2 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അക്കൗണ്ടിൽ വന്നതിൽ കമ്മീഷനായി ലഭിച്ചത് 2 ലക്ഷം രൂപയാണ് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ ഹാഫിസ് ആണ് മറ്റ് അക്കൗണ്ടുകൾ, അതായത് സ്വന്തം സഹപാഠികളെ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ഈ അക്കൗണ്ടുകൾ ശേഖരിച്ച് ഈ ഇടനിലക്കാരന് നൽകുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് ഹാഫിസ് ആണ് എന്നുകൂടി അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഹാഫിസിനെ എന്തായാലും ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ടോം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളമശ്ശേരിയിലെ ഒരു സ്വന്തം അമ്മയുടെ അക്കൗണ്ട് ഇത്തരത്തിൽ ഉപയോഗിച്ച് പണം തട്ടിയെന്ന, അല്ലെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കുന്നു എന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വിദ്യാർത്ഥി ഒളിവിലാണ്. ഇയാൾക്കായി ഉള്ള തെരച്ചിലും അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്മീഷൻ ലഭിക്കുമെന്നതിന്റെ പേരിൽ സ്വന്തം അമ്മയുടെ അക്കൗണ്ട് വരെ കുട്ടികൾ തട്ടിപ്പുകാർക്ക് നൽകുന്നു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പറയുന്നത് കോളേജുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. ഈ കെണിയിൽ വിദ്യാർത്ഥികൾ വീഴാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ലഹരിക്കെതിരെ ഏത് വിധത്തിലാണോ പോരാടുന്നത്, അതുപോലെ തന്നെ ഈ ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരായിട്ട് വലിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് അതിനുവേണ്ടി പോരാടണം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കോളേജുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ നടത്തുവാനാണ് അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പൈസ ലഭിക്കും. അതായത് കേരളത്തിലെ നിരവധി വിദ്യാർത്ഥികളെ ഈ സൈബർ തട്ടിപ്പിന്റെ ഭാഗമായി അവർ ഉപയോഗിക്കുന്നുണ്ട്, ഈ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ചും ചെറിയ കമ്മീഷൻ നൽകാമെന്ന് പറഞ്ഞാൽ പലരും ഈ രീതിയിൽ പണം നൽകുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ഹവാല സംഘങ്ങൾ ഈ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു, വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ട് ഇടപാടുകൾ നടത്തിയിരുന്നു. അതേ രീതിയിൽ തന്നെയാണോ സൈബർ തട്ടിപ്പ് സംഘങ്ങളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ഈ തട്ടിപ്പിൻ്റെ പേരിൽ അവരെ ഈ വിദ്യാർത്ഥികളുടെ മറവിൽ തട്ടിപ്പ് നടത്തുന്നത്? ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വീഴുന്ന തുക അനുസരിച്ചാണ് അവർക്ക് കമ്മീഷൻ ലഭിക്കുന്നത്. മിനിമം 5000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. ഈ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം, അത് ഇപ്പോൾ വിർച്വൽ അറസ്റ്റ് എന്ന രീതിയിൽ ആളുകളെ പറ്റിച്ച് തട്ടിയെടുക്കുന്ന പണമാകാം, ഓൺലൈൻ ഗെയിമിംഗ് അല്ലെങ്കിൽ അങ്ങനെ തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ ആയിക്കോട്ടെ, ആ തട്ടിപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന പണം അവർക്ക് നിക്ഷേപിക്കുന്നതിന് വേണ്ടി, അതായത് തട്ടിപ്പുകാർക്ക് അവരുടെ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചാൽ ഉറപ്പായും പോലീസ് അവരെ തേടിയെത്തുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ ഇവർ കേന്ദ്രീകരിക്കുന്നത്. ഇവിടെ അറസ്റ്റിലാകുന്നത് അല്ലെങ്കിൽ പോലീസിന്റെ പിടിയിലാകുന്നത് ഈ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തട്ടിപ്പിന് നേടിയെടുത്ത തുക ഈ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നു. ഇതിൽ ഇടനിലക്കാർ തന്നെ ഈ വിദ്യാർത്ഥികളെ തേടിയെത്തി അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ വീണിട്ടുണ്ട്, ATM വഴി അവർ അത് പിൻവലിക്കും. പിന്നീട് അതിന്റെ കമ്മീഷൻ ആ അക്കൗണ്ടിലേക്ക് തന്നെ കിടക്കുകയും ചെയ്യും. അതായിരിക്കും വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത്. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ഇവിടെ പിടികൂടുന്നത് വിദ്യാർത്ഥികളെയാണ്. കാരണം ഈ തട്ടിപ്പ് നടത്തുന്നവരെല്ലാം തന്നെ വിദേശത്താണ് കൂടുതലും കേന്ദ്രീകരിക്കുന്നത്. അവിടെ നിന്നാണ് ഇവർ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതെന്നാണ് പോലീസ് പറയുന്നത്. നമുക്കറിയാം, ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളെ പിടികൂടുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചു വരുമ്പോൾ അത് ഈ പറയുന്നത് പോലെ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കോഴിക്കോടോ പഠിക്കുന്ന കുട്ടികളിലേക്കായിരിക്കും ഈ അന്വേഷണം എത്തി നിൽക്കുന്ന. പക്ഷെ അവർ ഇത് നിരപരാധികളായിരിക്കും. അവരെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു തട്ടിപ്പിന് ഇരയാകുകയാണ് ഞങ്ങളെന്ന് മനസ്സിലാകാതെയായിരിക്കും ഈ അക്കൗണ്ട് ഉൾപ്പെടെ ഈ തട്ടിപ്പുകാർക്ക് കൈമാറുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാലും നടപടി കടുപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ നിരീക്ഷണവും തുടരുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിൽ അറസ്റ്റിലാകുമെന്ന് വ്യക്തമാണ്. കൊച്ചിയിൽ നവമി ദിനേശാണ് വിവരങ്ങൾ നൽകുന്നത്. നവമി സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കുക. കാരണം ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ ആയിരിക്കാം ഈ കെണിയിൽ വീഴുന്നത്. പക്ഷെ അതിൻ്റെ ഇത്തരം വലിയ തട്ടിപ്പിൻ്റെ, സൈബർ തട്ടിപ്പിൻ്റെ ഭാഗമായി ഒരുപക്ഷെ പ്രതികളാകപ്പെടാം, അറസ്റ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെ ഇതുപോലെ പല വാഗ്ദാനങ്ങളുമായി പലരും നിങ്ങളെ സമീപിക്കുമായിരിക്കും. ലഹരി സംഘങ്ങൾ, അതല്ലെങ്കിൽ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ, മറ്റ് ഹവാല സംഘങ്ങളൊക്കെ. പക്ഷെ അവിടെ എത്ര വലിയ ലാഭമുണ്ടാക്കാം, എത്ര വലിയ പണം ലഭിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞാലും അതിന് പിന്നിലെ ചതി തിരിച്ചറിയാൻ ശ്രമിക്കണം.
തിരുവനന്തപുരം മാറനല്ലൂരിൽ വൻ കവർച്ച. വീട്ടിൽ നിന്ന് 40 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പുന്നാവൂർ സ്വദേശി ബാബുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ പള്ളിയിൽ പോയ സമയത്താണ് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വളകൾ, നെക്ലസ്, മാല ഉൾപ്പെടെ കവർന്നത്. മാറനല്ലൂർ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, 40 പവന്റെ സ്വർണ്ണാഭരണം ഇപ്പോഴത്തെ ഒരു വില വെച്ച് നോക്കിയാൽ ഏകദേശം 40 ലക്ഷത്തിന് അടുത്ത് വരുന്ന സ്വർണമാണ് കവർന്നത്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? എന്തെങ്കിലും സൂചനയുണ്ടോ പ്രതികളെക്കുറിച്ച്? തീർച്ചയായും ടോം, ഈ നേരത്തെ സൂചിപ്പിച്ചത് ഏകദേശം 1/2 കോടിയോളം രൂപയുടെ കവർച്ച തന്നെയാണ് ഈ പറയുന്ന മാറനല്ലൂർ വീട്ടിൽ നടന്നത്. പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം നടക്കുന്നു എന്നത് മാത്രമേ നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയൂ. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ മാറനല്ലൂർ സ്വദേശിയായ ബാബുവിന്റെ വീട്ടിൽ ഈ ഒരു മോഷണം നടക്കുന്നത്. ബാബുവിന്റെ മകന്റെ സാബുവിന്റെ മരുമകന്റെ സാബുവിന്റെ മരുമകളുടെ സ്വർണമാണ് നഷ്ടമായത്. ഈ സാബു വിദേശത്താണ്. ഇവർ കഴിഞ്ഞ ദിവസം പള്ളിയിൽ സമീപത്തുള്ള പള്ളിയിൽ പോയപ്പോഴായിരുന്നു ഈ പറയുന്ന ഒരു മോഷണം നടന്നതായി മനസ്സിലാക്കുന്നത്. കാരണം ഇവർ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് പിൻവാതിലുകൾ ഉൾപ്പെടെ തുറന്ന ഒരു അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. കൂടുതൽ നടത്തിയ പരിശോധനയിലായിരുന്നു കിടപ്പുമുറിയിലെ അലമാര കുത്തി തുറന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ സ്വർണ്ണാഭരണം കവർന്നതായി ശ്രദ്ധയപ്പെടുന്നത്. തുടർന്ന് മാറനല്ലൂർ പോലീസിൽ വിവരമറിയുകയായിരുന്നു. പോലീസും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരെത്തി പരിശോധന നടത്തിയെങ്കിലും പ്രതിയിലേക്ക് ഒന്നും എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് മാറനല്ലൂർ പോലീസ് നടത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പിൽ പോലീസ് പറയുന്നുണ്ടെങ്കിലും വളരെ ജാഗ്രതയിലാണ് പോലീസ് ഇപ്പോൾ. തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഈ വീട്ടിൽ CCTV ഉണ്ടായിരുന്നോ അതോ സമീപത്തുള്ള CCTVയിൽ നിന്നാണോ CCTV ആണോ പോലീസ് നിരീക്ഷിക്കുന്നത്? CCTVയിൽ പ്രതികളുടെ, മോഷ്ടാക്കളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടോ അരുൺ? ഈ പറയുന്ന വീടിന് പരിസരത്തുമൊക്കെ CCTV ഉണ്ടെങ്കിലും ഇപ്പോൾ പോലീസിനെ കാര്യമായി പിടിയിലാക്കുന്നത് ഈ പ്രതി കള്ളന്മാർ കടന്നതായി കരുതുന്നത് വീടിന്റെ പിൻ പ്രദേശത്തൂടെയാണ്. ഈ പ്രദേശം വിജനമായ സ്ഥലമാണ്. തൊഴുത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള വിജനമായ പ്രദേശമാണ്. ഇതുവഴി വന്നതായിരിക്കാം. പക്ഷെ പോലീസ് ഒരു കാര്യത്തിൽ എത്തി നിൽക്കുന്നു. ഈ പരിസരവുമായും അല്ലെങ്കിൽ ഇവിടെ സ്വർണ്ണമുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരം വ്യക്തമായി അറിയാവുന്ന ആരോ ആണ് ഇതിന് പിന്നിൽ എന്നത് പോലീസിന് വ്യക്തമാണ്. അതും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അതിന് തീർച്ചയായും ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരു പോലീസ് നമ്മളോട് പറയുന്ന ഒരു വിവരം. കാരണം ഇവർ പള്ളിയിൽ പോകുന്ന സമയത്ത് പള്ളിയിൽ ഈ പറയുന്ന ബാബുവിന്റെ മരുമകളും ഭാര്യ ഉഷയും ചെറുമകളും ഉൾപ്പെടെ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ മോഷണം നടക്കുന്നത്. അപ്പോൾ ഇവർ പള്ളിയിൽ പോകാൻ കാത്തിരുന്ന അല്ലെങ്കിൽ ഇവർ പള്ളിയിൽ പോകുമെന്ന വ്യക്തതയുള്ള ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും പോലീസ് ഗൗരവമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വീടുമായി അടുപ്പമുള്ളവർ, വീട്ടുകാരുമായി വലിയ ബന്ധമുള്ളവരാകാം സംഭവത്തിന്, ഈ മോഷണത്തിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.